എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യ രാത്രിയും ആദ്യ ലൈംഗിക ബന്ധവും ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. സംയോഗത്തിന് സൗകര്യമുണ്ടായാൽ പോലും ആദ്യ രാത്രിയിൽ ലൈംഗികതയിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് നല്ലത്. പങ്കാളികളുടെ, പ്രത്യേകിച്ചും നവവധുവിന്റെ പലവിധ ഭയാശങ്കകൾ മാറ്റിയെടുക്കാനും തമ്മിൽ കൂടുതൽ അടുത്തറിയാനും സാമീപ്യത്തിന്റെ ചൂടും പരസ്പരത്തിന്റെ ഊഷ്മളതയും സ്നേഹത്തിന്റെ സുഖവും ഒക്കെ അനുഭവിച്ചറിയാനുമൊക്കെ ആദ്യ രാത്രി ഉപയോഗിക്കുന്നത് വിവാഹബന്ധത്തെ കൂടുതൽ ഉറപ്പുള്ളതാക്കും. ആദ്യ രാത്രിയിൽ തന്നെ സംയോഗത്തിൽ ഏർപ്പെടണമെന്നതും ആ ലൈംഗിക ബന്ധത്തിന്റെ വിജയപരാജയങ്ങളായിരിക്കും. ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം എന്ന് കരുതുന്നതും ശുദ്ധമണ്ടത്തരം തന്നെയാണ്. ആദ്യ രാത്രിയിൽ പങ്കാളിയുമായുള്ള വൈകാരിക അടുപ്പം വർദ്ധിക്കുകയായിരിക്കണം ലക്ഷ്യം. രതിമൂർച്ച നേടുക എന്നതായിരിക്കരുത്. സ്പർശനങ്ങളിലൂടെ രതിമൂർച്ചയ്ക്ക് തൊട്ടു മുൻപ് വരെയുള്ള വൈകാരിക അവസ്ഥകളിലേക്ക് വരെ ചെന്നു നിൽക്കാം. ഇത്തരത്തിലുള്ള രതിമൂർച്ചയിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിലുള്ള ലൈംഗിക ആസ്വാദനം പരസ്പരമുള്ള ലൈംഗിക പ്രത്യേകതകളെ അന്യോന്യം മനസ്സിലാക്കി കൊടുക്കാൻ പങ്കാളികളെ സഹായിക്കും. ആദ്യ ലൈംഗിക ബന്ധത്തിൽ സ്വാഭാവികമായ ഇടപെടലുകളാണ് പങ്കാളികൾ തമ്മിലുണ്ടാവേണ്ടത്. ഉത്തേജിപ്പിക്കാനുള്ള കഴിവും ലൈംഗികതയിൽ തുറന്ന മനസ്സോടെ മുഴുകാനുള്ള കഴിവും എല്ലാവരിലും നൈസർഗികമായി ഇഴുകിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ മറ്റുള്ളവരുമായുള്ള ഏതു തരത്തിലുള്ള താരതമ്യപ്പെടുത്തലുകളും ആവശ്യമില്ല. പരസ്പര ബഹുമാനത്തോടെ പങ്കാളിയോടുള്ള സ്നേഹത്തെ ലൈംഗികതയായി മാറ്റുകയാണ് പങ്കാളി ചെയ്യേണ്ടത്. മറ്റുള്ളവർ പറഞ്ഞു കേട്ടതോ വായിച്ചറിഞ്ഞതോ ആയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള വേദിയായി മണിയറയെ മാറ്റരുത്. ആദ്യ സംയോഗത്തിൽ രക്തസ്രാവമോ വേദനയോ ഉണ്ടാകുമെന്ന ധാരണ പലപ്പോഴും സ്ത്രീയെ ആദ്യ സംയോഗത്തിലെ രസാനുഭൂതികളിൽ നിന്നും പിന്തിരിപ്പിക്കാനിടയുണ്ട്. കന്യാചർമ്മം പൊട്ടുമ്പോഴോ മറ്റോ അസഹനീയ വേദനയുണ്ടാകുമെന്ന ധാരണ തെറ്റാണ്. രതിമൂർച്ചയുടെ പാരമ്യത്തിൽ പലപ്പോഴും അത് അറിയുക പോലുമില്ല എന്നതാണ് അതിൻ്റെ നേര്. അതുപോലെ ആദ്യ ലൈംഗിക ബന്ധത്തിൽ കന്യാചർമ്മം പൊട്ടി ചിലര് രക്തസ്രാവം ഉണ്ടാകാറുണ്ടല്ലോ. എന്നാൽ ഇതത്ര ഗൗരവതരമായ പ്രശ്നമൊന്നുമല്ല. 4 തരത്തിലുള്ള കന്യാചർമ്മങ്ങളുണ്ട്. കട്ടിയുള്ള കന്യാചർമ്മമുള്ളവരിൽ മാത്രമേ ആദ്യ ലൈംഗിക ബന്ധത്തിൽ വേദനയുണ്ടാകൂ. അത് വളരെ കുറച്ചു പേരിലേ കാണപ്പെടാറുള്ളൂ. ഇങ്ങനെയുള്ളവർക്ക് ശസ്ത്രക്രിയ വേണ്ടിവരും. അതുപോലെ തന്നെ ലിംഗാഗ്ര ചർമ്മം പിന്നോട്ട് നീങ്ങാത്ത പുരുഷന്മാരിലും ആദ്യ ലൈംഗിക ബന്ധത്തിൽ വേദനയുണ്ടാകും. ലിംഗാഗ്ര ചർമ്മം ഛേദനമാണ് ഇതിനായിട്ടുള്ള പ്രതിവിധി ശാസ്ത്രം കണ്ടെത്തിയത്. എങ്ങനെ ലൈംഗികതയിൽ ഇടപെടുമെന്നതിൻ്റെ അത്ര തന്നെ പ്രധാനമാണ് എവിടെ ലൈംഗികതക്കായി തിരഞ്ഞെടുക്കുന്നു എന്നതും. കാരണം ഓരോ വ്യക്തികൾക്കും വൈകാരിക ഉണർവ് സമ്മാനിക്കുന്ന ഇടങ്ങൾ വ്യത്യസ്തമായിരിക്കും. എപ്പോഴും അത് കിടപ്പറ തന്നെ ആയിരിക്കണമെന്നില്ല. ഹണിമൂണിനായി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ വേറിട്ട പാശ്ചാത്തലങ്ങളിലെ ലൈംഗികത ദമ്പതികൾക്ക് ആസ്വാദകരമായ പുത്തൻ അനുഭൂതികളായിരിക്കും പകർന്നു നൽകുക.